ഹലോ എവറിബഡി, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എനിക്കറിയാം കുറച്ചധികം നാളായി വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് ഞാൻ കുറച്ചധികം ബിസി ആയിപ്പോയി. ഞാനൊരു പുതിയ സിറ്റിയിലേക്ക് മൂവ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ കോഴ്സ് റിക്വയർമെൻറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു പ്ലേസ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ എനിക്ക് പ്ലേസ്മെൻറ്റ് കിട്ടിയത് വേറൊരു സിറ്റിയിലാണ്. അപ്പോൾ ഞാൻ അങ്ങോട്ട് മൂവ് ചെയ്തിട്ട് എൻ്റെ ഫസ്റ്റ് ഡേ ഓഫ് പ്ലേസ്മെൻറ്റിൻ്റെ ഒരു വ്ളോഗാണിത്. ഇതെടുത്ത് വെച്ചിട്ട് കുറച്ചധികം നാളായി. പ്ലേസ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഏകദേശം 1 month ആയിട്ടോ. എന്നിട്ട് ഇത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വൈകിപ്പോയി. യൂഷ്വലി 8:30ക്കാണ് പ്ലേസ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഞാൻ പിന്നെ സ്ഥലമൊക്കെ എവിടെയാണെന്നൊന്ന് ഫിഗർ ഔട്ട് ചെയ്യാൻ സമയം എടുക്കുമെന്ന് അറിയുന്നതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചധികം നേരത്തെ തന്നെ റെഡി ആയിട്ട് പോകുന്നുണ്ട്. മുഖം കണ്ട് അറിയാം വലിയ താല്പര്യമൊന്നും ഇല്ല പോകാൻ വേണ്ടിയിട്ട്. 4th സെമസ്റ്റർ കഴിഞ്ഞിട്ട് ഞങ്ങൾക്കൊരു 3 weeksoളം ബ്രേക്ക് കഴിഞ്ഞിട്ടാണ് പിന്നെ പ്ലേസ്മെൻറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്യണേ. അപ്പോൾ എനിക്കൊരു സ്ഥലത്തോട്ട് പോകാൻ വേണ്ടിയിട്ടൊരു മോട്ടിവേഷൻ കിട്ടണമെങ്കിൽ ഞാൻ കുറച്ചെങ്കിലും റെഡി ആയിട്ട് പോകണം. അപ്പോൾ എനിക്ക് അങ്ങനെയാണ് ഒരു സ്ഥലത്തേക്ക് പോകാൻ തോന്നുള്ളൂ. അപ്പോൾ അതിനായിട്ടാണ് ഞാൻ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നൊക്കെയല്ലേ, അതുകൊണ്ട് ഞാൻ റെഡി ആയിട്ട് തന്നെ പോകുന്നുണ്ട്. പക്ഷെ ഞാൻ ഈ റെഡിയായി പോകുന്ന എസ്തെറ്റിക്സിന് ഒട്ടും മാച്ചാവുന്ന ഒരു ജോലിയല്ല, അല്ലെങ്കിൽ ഒരു ഫീൽഡല്ല എൻ്റെ. ഞാനൊരു ബയോടെക് ഫീൽഡാണ്. അപ്പോൾ നമ്മൾ ഫുൾ ടൈം ലാബ് കോട്ടായിരിക്കും ഇട്ടിട്ടുണ്ടാവുക. പിന്നെ ഓപ്പൺ ഹെയർ ഒന്നും അലൗഡല്ല. അപ്പോൾ ഞാൻ ലാബിലേക്ക് കയറുമ്പോൾ തന്നെ മുടിയെല്ലാം കെട്ടിയിട്ടായിരിക്കും ഞാൻ ലാബിൽ കയറുണ്ടാവുക. അപ്പോൾ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് എന്തൊക്കെ കൊണ്ടുപോകണമെന്ന് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. പിന്നെ എന്തായാലും ഓൺലൈൻ ഓറിയൻറ്റേഷൻ ഉണ്ടാവുമെന്ന് അറിയണമുണ്ട്. ഞാൻ ലാപ്ടോപ്പും ഇയർപോഡ്സൊക്കെ എടുത്തിട്ടാണ് പോകുന്നത്. രാവിലെ ആയതുകൊണ്ട് തന്നെ ഈവൻ ദോ സമ്മർ സ്റ്റാർട്ട് ചെയ്തെങ്കിലും, സമ്മറല്ല സ്പ്രിങ് സ്റ്റാർട്ട് ചെയ്തെങ്കിലും രാവിലെ ആയതുകൊണ്ട് തണുപ്പുണ്ടാവും തോന്നി. അപ്പം ഞാൻ ചെറിയൊരു ലൈറ്റ് ജാക്കറ്റ് എടുത്തിട്ടാണ് പോകുന്നത്. അങ്ങനെ ബസ്സൊക്കെ കയറി പ്ലേസ്മെൻറ്റ് സൈറ്റിൽ നിന്നൊരു 12 minutes വാക്ക് ഉണ്ട് നമ്മുടെ ബസ് സ്റ്റോപ്പിൽ നിന്ന്. അപ്പോൾ ബസ് ഇറങ്ങി 12 minutes നടന്നിട്ട് വേണം പ്ലേസ്മെൻറ്റ് സൈറ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പം ഗൂഗിൾ മാപ്പ് ചെറുതായിട്ട് എന്നൊന്ന് പറ്റിച്ചു. എനിക്ക് ഗൂഗിൾ മാപ്പ് ഡയറക്ഷൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നത് പ്ലേസ്മെൻറ്റ് സൈറ്റിൻ്റെ ബാക്ക് ഡോറിലേക്കാണ്. അപ്പോൾ ഞാൻ ബാക്ക് ഡോർ എത്തി. പിന്നെയും കുറച്ച് നടന്നിട്ടാണ്, ഭാഗ്യം ഞാൻ നേരത്തെ ഇറങ്ങിയത്, അതുകൊണ്ട് ലേറ്റ് ഒന്നും ആയില്ല. എന്നിട്ടും കുറച്ചധികം നേരത്തെ എത്തി. അപ്പോൾ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് അവരിങ്ങനെ പറഞ്ഞു കോഫിയൊക്കെ ഉണ്ട്, അവരിങ്ങനെ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു തന്നു. ഞാനിങ്ങനെ അവിടെ ഇരുന്ന് കോഫിയൊക്കെ കുടിച്ചിങ്ങനെ ഇരുന്നു. പിന്നെ ആ പ്ലേസ്മെൻറ്റ് സൈറ്റിൽ നിന്ന് ഞാൻ അത്ര വീഡിയോസൊന്നും എടുക്കാൻ പോയില്ല കേട്ടോ. നമുക്കൊരു നോട്ട്ബുക്കും ഫയലൊക്കെ തന്നു. പിന്നെ ഓറിയൻറ്റേഷനൊക്കെ കഴിഞ്ഞു. ഒരു 5 മണിയായപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ഇനി വീട്ടിലെത്തിയിട്ട് വേണം എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ മാപ്പ് നോക്കിയപ്പോൾ 30 minutes വാക്കേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ നല്ല വെതറും കൂടി ആയ കാരണം ഞാൻ എന്തായാലും നടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇയർപോഡ്സിൽ പാട്ടൊക്കെ കേട്ട് അങ്ങനെ നടക്കുകയാണ് ഞാൻ ചെയ്യണേ. ഭക്ഷണമൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, ലഞ്ച് ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഫസ്റ്റ് ഡേ. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ടയർഡായിരുന്നു. എന്നാൽ പോലും ഓടി വീട്ടിലെത്തിയതിന് ശേഷം ഞാൻ ഇൻഡോമി മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച്. അപ്പോൾ ഒരു പാക്കറ്റ് ഇൻഡോമിയൊക്കെ പൊട്ടിച്ച് അങ്ങനെ ഒരു സ്നാക്ക് പോലെ ഞാൻ വന്ന ഉടനെ ഇൻഡോമി കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇപ്പം എനിക്ക് മാഗി അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. മാഗിയുടെ ആ ഒരു ഭയങ്കര മസാല കുത്തുള്ള പോലെ എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. ഇൻഡോമി ആണെങ്കിൽ കുറച്ചുകൂടെ മൈൽഡായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതാണ് എനിക്ക് ഇൻഡോമി ഇഷ്ടം. അപ്പം ഞാനങ്ങനെ അത് കുക്ക് ചെയ്തിട്ട് കഴിച്ചു. കുക്ക് ചെയ്യാൻ പ്രത്യേകിച്ചൊന്നുമില്ല, ജസ്റ്റ് പൊട്ടിച്ച് നമ്മൾ മാഗി ഉണ്ടാക്കുന്ന പോലെ അങ്ങനെ കഴിച്ചു. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലൊക്കെ പെയ്യില്ലേ, അതുപോലെ ഹെവി റെയിൻ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ ഡ്രസ്സിൽ ചെയ്യാറുണ്ട്, എനിക്ക് പോലും ഇത്ര ഹെവി റെയിൻ ഞാൻ കണ്ടിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും കുക്ക് ചെയ്യാൻ കയറി. ഗീ റൈസും ഒരു ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കി. ഞാൻ വീഡിയോ ഒന്നും എടുക്കാൻ വിട്ടുപോയിട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് വീണ്ടും കുറച്ച് നേരം അങ്ങനെ ലിവിങ് റൂമിലൊക്കെ ഇരുന്നു. വീട്ടിലേക്കൊക്കെ വിളിച്ച് സംസാരിച്ചു. അപ്പോഴേക്കും കിടക്കാൻ നേരമായി. പിറ്റേ ദിവസം വീണ്ടും പ്ലേസ്മെൻറ്റിന് പോകണം നേരത്തെ എണീറ്റ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇതൊരു കുഞ്ഞൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഇനിയും വീഡിയോസ് ഇടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും ബൈ.